السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. اللهم صل وسلم وبارك عليه. സർവ്വലോകത്തിനും കാരുണ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച്, അവിടുത്തെ ജീവിതത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ അൽഹംദുലില്ലാഹ് നമ്മൾ കേട്ടു. മഹാന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ആ മുത്തുനബിയെ പരിഗണിച്ചതും സ്നേഹിച്ചതും സ്വന്തം ജീവനേക്കാൾ അവരുടെ പ്രാധാന്യം എപ്പോഴും ഏതു സമയത്തും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു എന്നും നമ്മൾ പറഞ്ഞു. കേവലം ഒരു സംസാരത്തിൽ ഒതുങ്ങുന്ന വിഷയമല്ല ഈ പറഞ്ഞതിൻ്റെ യാഥാർത്ഥ്യമെന്ന് നാം മനസ്സിലാക്കണം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തടിയിലേക്ക് അമ്പുകളായും വില്ലുകളായും കുന്തങ്ങളായും കല്ലുകളായും പല രീതിയിലും വേദനയുണ്ടാക്കുന്ന പ്രയാസമുണ്ടാക്കുന്ന പലതും വന്നെങ്കിലും അതിനെയെല്ലാം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തടിയിലേക്ക് തട്ടുന്നതിന്റെ മുമ്പ് അതിനെ ബ്ലോക്ക് ചെയ്യുകയും തന്റെ തടിയിൽ എത്ര മുറിവായാലും കുഴപ്പമില്ല, താൻ എത്ര ബേജാറായാലും വിഷയമില്ല, ഹബീബായ തങ്ങൾക്കൊന്നും പറ്റരുത് എന്നു വിചാരിച്ച് ഉറപ്പിച്ച് യുദ്ധരംഗത്തും അല്ലാതെയും മുന്നിലെന്ന സ്വഹാബത്ത്. മഹബ്ബത്തിന്റെ വളരെ വിശാലമായിരിക്കുന്ന ലോകം അവർ നമുക്ക് കാണിച്ചു തരികയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് മഹാന്മാരാകുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കളെ കുറിച്ച് കുറച്ച് പറയാം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തില്ലാണ്ട് ഒരു വലിയും വലിയായിട്ടില്ല. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ഖ്, ആ ഇഷ്ടം മനസ്സിലില്ലാത്ത ഒരു വലിയനെയും നമുക്ക് കാണൽ സാധ്യമല്ല. അതേസമയം അവരെല്ലാം ഏറ്റവും പരമപ്രധാനമായി പരിഗണിച്ചത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. കാരണം വിജയം അവിടെയാണ്. ഹബീബായ തങ്ങളോട് മഹബ്ബത്തില്ലെങ്കിൽ, ആ മുത്തുനബിയെ പരിഗണിക്കുന്നില്ലെങ്കിൽ, ആ മുത്തുനബി പറഞ്ഞ പളക കേൾക്കുന്നില്ലെങ്കിൽ അവൻ പിന്നെ ഇസ്ലാമിന്റെ ഐഡന്റിറ്റിയിൽ ജീവിക്കുന്നു എന്ന് മാത്രം. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും അയാളിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. മഹാന്മാരായ ഔലിയാക്കളുടെ ചരിത്രം നോക്കിയാൽ ബഹുമാനപ്പെട്ട മഹാനരായ ഗൗസുൽ ആലം തങ്ങളാണെങ്കിലും, ഇമാം അഹ്മദ് അൽ കബീർ റിഫായി തങ്ങളാണെങ്കിലും, ബഹുമാനപ്പെട്ട ഷാദുൽ ഇമാമാണെങ്കിലും, മഹാന്മാരാകുന്ന നാല് വ്യത്യസ്തമായിരിക്കുന്ന മദ്ഹബുകളുടെ ഇമാമുമാരാണെങ്കിലും അവരെല്ലാം പരിഗണിച്ചത് ഹബീബായ മുത്തുനബി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാ. ആ നബി കുടുംബത്തിൽ പിറന്നവർ തന്നെയല്ലേ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ. ലോകത്തിന്റെ ഇരുഭാഗങ്ങളും അറിവിനാൽ നിറക്കുന്ന ഖുറൈശി പണ്ഡിതനെന്ന് ഹബീബായ തങ്ങൾ പ്രവചിച്ച ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, അവിടുന്ന് ഹബീബായ തങ്ങളോടുള്ള മഹബ്ബത്ത് എത്രയാ. ആ മഹബ്ബത്ത് പറഞ്ഞാൽ തീരുമോ? അവിടുത്തെ ഹദീസുകൾ പഠിക്കുമ്പോ, അവിടുന്ന് പറഞ്ഞ ഓരോ വിഷയങ്ങളും പഠിക്കുമ്പോ അതിന്റെ റെസ്പെക്റ്റോടുകൂടെ, അതിന്റെ ഭവ്യതയോടുകൂടെ മഹാനവറുകൾ അതിനെ പരിഗണിക്കുകയാണ്. അതല്ലേ അവര് കാണിച്ചു തരുന്നത്. മഹാനായ മാലിക്കി ഇമാം റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു, മദീനയുടെ മണ്ണിലേക്ക് ചെരുപ്പ് ധരിക്കാത്ത മഹാന്മാരാ. കാരണം മുത്തുനബി നടന്ന മണ്ണാ, മദീനത്തെ മണ്ണാ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത്, ആ മഹബ്ബത്താണ് ഈ മഹാന്മാരെല്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഹദീസിന്റെ ക്ലാസ് എടുക്കുമ്പോ അത്രയും പവിത്രതയോടുകൂടെ, സൂക്ഷ്മതയോടുകൂടെ അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കുകളാ. ആ വാക്കുകൾ എടുക്കുമ്പോ എന്നിൽ അശ്രദ്ധ പാടില്ല, അശുദ്ധി ഇക്കത്തീരാ എന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ട ശുദ്ധിയോടുകൂടെ, വേണ്ട എല്ലാ ബഹുമാനത്തോടും കൂടെ ഹദീസിന്റെ ക്ലാസ് എടുക്കുകയാ. ആ ക്ലാസ് എടുക്കുന്നതിന്റെ മധ്യത്തിലാണ് മഹാനവറുകളുടെ കാലിലേക്ക് ഒരു തേള് വന്ന് കുത്തുന്നത്. തേള്, സ്കോർപ്പിയോ. ആ തേള് വന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ കാലിൽ അതിങ്ങനെ കടിക്കുകയാണ്. പക്ഷേ മരുഭൂമിയിലെ തേളാണ്, വിഷമുണ്ടാകാൻ നല്ല ചാൻസ് ഉണ്ട്. മഹാനവറുകൾ അനങ്ങിയില്ല, ക്ലാസ് തുടരുകയാണ്. ഒന്നല്ല രണ്ടല്ല, കൂടുതൽ വട്ടം അതിങ്ങനെ കടിച്ചപ്പോ മഹാനവറുകളുടെ തടിയിലെ കളർ ചേഞ്ച് ആവുകയാണ്. മഹാനവറുകൾ ക്ലാസ് കഴിഞ്ഞതിൽ പിന്നെ മഹാന്മാരാകുന്ന അവിടുത്തെ ശിഷ്യന്മാര് ചോദിക്കുന്നുണ്ട്, ഉസ്താദേ, ഇത്ര സമയം ആ തേള് കടിച്ചിട്ട് ഇപ്പോഴാണോ നിങ്ങൾ നോക്കുന്നത്? നിങ്ങൾക്ക് നൊമ്പലമായില്ലേ? നിങ്ങൾക്ക് ബേജാറായില്ലേ? ബഹുമാനപ്പെട്ടവര് പറഞ്ഞ മറുപടി, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിന്റെ ക്ലാസ് എടുക്കുകയല്ലേ, അതിന്റെ മധ്യത്തിൽ എങ്ങനെയാ എനിക്കൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്റെ ശ്രദ്ധ മാറ്റാൻ സാധിക്കുക? ഹബീബായ മുത്തുനബി പറഞ്ഞ വാക്കുകളെ, ആ ഹദീസുകളെ പരിഗണിക്കുന്ന രൂപമാ. ആ രീതിയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെക്കുകയാ. മഹാന്മാരായ പണ്ഡിതന്മാരെല്ലാം അങ്ങനെയാണ്. അവരുടെ മനസ്സിലെപ്പോഴും സ്ഥാനം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. ആ തങ്ങളോടുള്ള മഹബ്ബത്ത് അത്രമേൽ ജാസ്തിയാണ്. മഹാനായിരിക്കുന്ന ഗൗസുൽ ആലം തങ്ങള് അവിടുന്നതാ പറയുന്നില്ലേ, ഞാനിങ്ങനെ ഒരുപാട് കാലം പഠിച്ചു,
ആ പഠിച്ച ഇൽമ് അതിങ്ങനെ പറഞ്ഞു കൊടുക്കാൻ, ക്ലാസ് എടുക്കാൻ എനിക്കൊരു പ്രയാസം തോന്നിയപ്പോ എന്റെ ബായിലേക്ക് തുപ്പിത്തന്നത്, എന്റെ ബായിലേക്ക് അവിടുത്തെ ഷറഫാക്കപ്പെട്ട ആ ഉമിനീര് നൽകിയിട്ട് എനിക്ക് ക്ലാസ് എടുക്കാൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ വഴിയെ, ഇസ്ലാമിന്റെ വഴിയെ, ആ ഹിദായത്തിന്റെ മാർഗം പറഞ്ഞു കൊടുക്കാൻ എനിക്ക് സാധിച്ചത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടാ. ഹബീബായ തങ്ങളോടുള്ള മഹബ്ബത്ത് കൊണ്ടുള്ള ലാഭമല്ലേ വേദം വീളങ്കി പറവാൻ മടിച്ചാരെ, വേദാമ്പറവരുവായിൽ തുപ്പിക്കൊടുത്തോവർ. മുഹിയുദ്ദീൻ മാലയിൽ ഇങ്ങനെ കാണാൻ പറ്റും. ആ രീതിയിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവരുടെ അടുക്കലേക്ക് യഖ്ലത്തില് വന്നിട്ടുണ്ടെങ്കിൽ, മനാമില് വന്നിട്ടുണ്ടെങ്കിൽ അവരാ തങ്ങളെ പരിഗണിച്ചത് ചെറിയ രീതിയിലല്ല. ഹബീബായ തങ്ങളോടുള്ള മഹബ്ബത്ത് വെക്കുകയാണ്, ആ തങ്ങളെ പേരിലുള്ള സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുകയാണ്. അങ്ങനെ സ്വലാത്തുകൾ ചൊല്ലി ചൊല്ലി ആ സ്വലാത്ത് മദീനയിലെത്തുമ്പോ മഹാന്മാര് പഠിപ്പിച്ചതല്ലേ, നമ്മളൊരു സ്വലാത്ത് ചൊല്ലുമ്പോ ആ സ്വലാത്ത് കൊണ്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുട്ട പോയിട്ട് തങ്ങളെ അങ്ങേക്കുള്ള സ്വലാത്താ. ഈ സ്വലാത്ത് ഇന്നാലിന്നരായത്ത്, ഇന്നാലിന്ന ഔത്തിലെ ഇന്ന ആള് ചൊല്ലിയ സ്വലാത്താണ് നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് ആ മലക്ക് പറയുമ്പോ ഹബീബായ തങ്ങളത് കേൾക്കുമ്പോ പിന്നെ ഈ മലക്കിന്റെ ഡ്യൂട്ടി എന്താണെന്നറിയുമോ? ഹബീബായ തങ്ങൾക്ക് നമ്മൾ ചൊല്ലിയ സ്വലാത്തിന്റെ ആ വിഷയം അറിയിച്ചു കഴിഞ്ഞാൽ സ്വലാത്ത് ചൊല്ലിയ ആ മനുഷ്യന് വേണ്ടി ആ മലക്കുകൾ ഇസ്തിഗ്ഫാറിനെ കേൾക്കുകയാ. എന്തിനാ സ്വലാത്തുകൾ ജാസ്തിയാക്കാൻ ഹബീബായ തങ്ങൾ പഠിപ്പാട്ടിയത്? എന്തിനാ മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലണമെന്ന് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറഞ്ഞത്? മഹാന്മാരായ മുൻഗാമികളും ഔലിയാക്കളും അവരുന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത്, ആ മഹബ്ബത്തിന്റെ പ്രതീകമായി സ്വലാത്ത് ചൊല്ലിയില്ലേ, സ്വലാത്തിനെ അവര് പ്രോത്സാഹിപ്പിച്ചില്ലേ? എന്തേ കാരണം? ആ സ്വലാത്ത് കൊണ്ട് നമ്മളറിയാതെ നമ്മുടെ തപ്പുകൾ പൊറുക്കപ്പെടുകയാണ്. നമുക്ക് വേണ്ടി അല്ലാഹു സംവിധാനിക്കുന്ന മലക്കുകൾ നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലുകയാ. ആ ഇസ്തിഗ്ഫാറുകൾ, ആ ചൊല്ലുന്ന ഇസ്തിഗ്ഫാറുകൾ സാദാ ഇസ്തിഗ്ഫാർ പോലെയല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞു, നമ്മൾ ചെയ്യുന്ന തപ്പുകൾ എത്രയാ നമുക്ക് തന്നെ അറിയില്ല. നേരം വെളുത്തു വൈകുന്നേരമാകുന്നു, അതിനിടയിൽ എന്തെല്ലാം തപ്പുകളാ കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, മനസ്സുകൊണ്ട് ചിന്തിച്ചു കൂട്ടുക പോലും ചെയ്യുന്നത്. എന്നാൽ ഒരിക്കൽ പോലും തപ്പു ചെയ്യാത്ത, തപ്പിലേക്കൊരു ലാഞ്ചനയുമില്ലാത്ത അല്ലാഹുവിന്റെ മലായികത്ത് നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോ അത് വലിയ ഭാഗ്യമല്ലേ? ആ ഭാഗ്യം നമുക്ക് ലഭിക്കണം, ആ ഭാഗ്യം നമുക്ക് കിട്ടണം. അതിനെന്തു ചെയ്യണം? ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ പേരിലുള്ള സ്വലാത്ത് ഒരിക്കലും മറക്കല്ല. വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞില്ലേ, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി. ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെയ്യുന്നവരും അല്ലാഹുവാ
അവന്റെ മലായികത്തുകളാ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പഠിപ്പാട്ടുന്നത് വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താ? ഹബീബായ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതല്ലേ, സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. വിശ്വാസികളായ ആളുകളോട് പറയാണ്, ആ ഹബീബായ തങ്ങളുടെ പേരിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോ, സലാം പറഞ്ഞോ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കാരുണ്യമല്ലേ ഈ കാണുന്നത്? അവിടുത്തോടുള്ള സ്വലാത്ത് കൊണ്ടും ഗുണം നമുക്കാണ്. അല്ലാഹു തആല അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കും. അതോടൊപ്പം നമ്മുടെ പാപങ്ങൾ അത് പൊറുക്കപ്പെടാൻ സ്വലാത്ത് കാരണമാ. ആ സ്വലാത്തുകളെ കൂട്ടിപ്പിടിച്ചു, ആ സ്വലാത്തുകളെ ജീവിതത്തിന്റെ ഭാഗമാക്കി ഹബീബായ തങ്ങളെ ഓർത്തോർത്ത് ജീവിച്ച മഹാന്മാരായ മുൻഗാമികൾ, അല്ലാഹുവേ അവരുടെ പാതയിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിനാവിൽ കാണാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പരിഗണിക്കുന്ന ഇഷ്ടപ്പെടുന്ന നല്ല ആളുകളിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റഹ്മാനെ, ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് മുറാദുകളുണ്ട്, നീ ഹാസിലാക്കി നൽകണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് നീ വീട് നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ആൺമക്കളില്ലാത്തവർക്ക് ആൺമക്കളെയും പെൺമക്കളില്ലാത്തവർക്ക് പെൺമക്കളെയും, റഹ്മാനായ റബ്ബേ ജോലിയില്ലാത്തവർക്ക് ജോലിയും, അല്ലാഹുവേ കടങ്ങളുള്ളവർ ആ കടം വീട്ടുക, വേണ്ടതായ ഖൈറിന്റെ വാതിലുകളും നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, നിന്നോടല്ലാതെ ചോദിക്കാൻ ഞങ്ങൾക്ക് വേറെ ഒരാളില്ല, നീയല്ലാതെ ഞങ്ങൾക്കൊരു റബ്ബില്ല. അർഹമുർ റഹീമായ റബ്ബേ, നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഇത്ര ദിവസത്തോളം റഹ്മാനെ, കുറഞ്ഞ സമയമാണെങ്കിലും എന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാ പറയുന്നത്. അല്ലാഹ് നീ ഖബൂലാക്കണേ അല്ലാഹ്, നീ ഖബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ റഹ്മാനേ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا. ഇൻഷാ അല്ലാഹ് വളരെ കുറഞ്ഞ വിഷയം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് തുടർന്നുള്ള വിഷയങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ പറയാം. ഇന്ന് വളരെ കുറച്ച് മാത്രം പറഞ്ഞിട്ടുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.